ജഗതിയുടെ ഓരോ മിനിറ്റിനും വിലയുള്ള സമയം ഞാൻ കണ്ടതാണ്. ഒരിക്കലും ഞാൻ ഫ്ലൈറ്റിൽ മദ്രാസിലേക്ക് പോകുമ്പോൾ ജഗതി ഉണ്ടായിരുന്നു. ചെന്നിറങ്ങിയപ്പം ഒരു 8-10 കാറാണ് വെയിറ്റ് ചെയ്യുന്നത് ജഗതിയെ ടെപ്പിങ്ങിന് വിളിച്ചുകൊണ്ട് പോകാനായിട്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആൾക്കാർ ബഹളം ഉണ്ടാക്കി എൻ്റെ വണ്ടി കയറി എന്ന് പറഞ്ഞ് ഇഷ്യൂ ഉണ്ടാക്കിയ സമയത്ത് ജഗതി പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരു തീരുമാനം എടുക്കുക, ആ തീരുമാനം എടുക്കാൻ താമസമുണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഞാൻ പോയി എൻ്റെ പൈൽസ് ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് വരാമെന്ന്. മലയാള ഭാഷയെ വ്യക്തമായിട്ടും സ്ഫുടമായിട്ടും അറിഞ്ഞ് പെരുമാറിയിട്ടുള്ള ഒരാൾ ജഗതിയാണ്. ജഗതിയുടെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ച് എണ്ണിപ്പറക്കി വയ്ക്കാവുന്ന വാക്കുകളെ എടുത്ത് അടുക്കും ചുറ്റോടും കൂടി സംസാരിക്കുന്ന ഒരു പ്രസംഗകൻ എന്ന രീതിയിൽ ആരും ജഗതിയെ കണക്കെടുക്കാറില്ല. തമാശക്കാരനാണ്. അങ്ങനല്ല. ജഗതിക്ക് നല്ല ഭാഷാജ്ഞാനമുണ്ട്, സ്വാധീനമുണ്ട്. അത് വളരെ കോൺഫിഡൻ്റായിട്ടാണ് ജഗതി പ്രസംഗിക്കുമ്പം ഓരോ വാക്കും അരിച്ചു പെറുക്കിയെടുത്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. പിന്നീട് ഒരു തമാശക്കാരനായ നടനാണെങ്കിലും പുള്ളി ഒരു നല്ല ശരീരം സൂക്ഷിച്ച ആളാണ്. ഫിസിക്കലായിട്ട് ഹി വാസ് ഫിറ്റ്, എല്ലാം കൊണ്ടും. പിന്നെ അടുത്ത സംഗതി വെച്ചാൽ അർത്ഥം വെച്ച് വർത്തമാനം പറയുന്ന കാര്യത്തിലും ജഗതി ശോഭനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റുകയില്ല. എന്നോട് ചോദിച്ച ഒരു ആസ് എൻ ആക്ടർ എന്നോടൊരാൾ ചോദിക്കുന്നത്, നിങ്ങളോടൊപ്പം അഭിനയിക്കുന്ന ഏത് നടനെയാണെന്ന് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യത്തെ പേര് ജഗതിയുടെ പറയും. ഒരു സീൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സീനിൽ ഉള്ള വിഭവങ്ങൾ, ഒരുപക്ഷെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണെങ്കിൽ എത്ര പ്ലേറ്റുണ്ട്, എത്ര സ്പൂണുണ്ട്, അത് നോക്കി അതിനെല്ലാം ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ആ സീന് ലൈഫ് കൊടുക്കാനായിട്ട് ജഗതിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്.